എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര മനോഹരമായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു അത്യാവശ്യം ഡിസൈൻസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ മിക്സാ മാച്ച് ആണെങ്കിലും വൈറ്റ് ഗോൾഡ് ആണെങ്കിലും സാധാരണ ഓൾ ഓവർ തന്നെ പ്രിൻ്റ് ആണെങ്കിലും എല്ലാം നമ്മൾ എല്ലാ ഡിസൈനും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തമായിട്ട് കാണാൻ ശ്രദ്ധിക്കണം. നമ്മൾ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ പർച്ചേസ് ചെയ്യണം അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഷോപ്പ് ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുവാണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴയാണ്. നിങ്ങൾക്ക് ഷോപ്പിൽ നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യാം. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നമ്മുടെ വാട്സാപ്പ് വഴി ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഓൺലൈനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഓഫ്ലൈൻ സെയിൽ വളരെ കുറവാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത്. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഹോൾസെയിൽ വിലയാണ് 143 പ്ലസ് GST എന്ന് പറയുന്നത്. GST 5% വരും. 143ൻ്റെയാണ് 5% വരുന്നത്. ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ GST ഉൾപ്പെടെ ഒരു മെറ്റീരിയലിന് ഏകദേശം 150 രൂപ വരും. റീറ്റെയിലായിട്ട് ഒരു മെറ്റീരിയലിൻ്റെ വില വരുന്നത് 220 രൂപയാണ്. അത് ഈ 3 മീറ്റർ 290 കട്ട് എന്ന് പറഞ്ഞ ഐറ്റമാണ്. അതിൻ്റെ വിലയാണ് പറഞ്ഞത് 220 രൂപ. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഷിപ്പിങ്ങൊക്കെ ഫ്രീ ആയിരിക്കും നിങ്ങൾക്ക് അങ്ങനെ എടുക്കുമ്പോൾ. റീറ്റെയിൽ എടുക്കുമ്പോൾ കംപ്ലീറ്റ് ഷിപ്പിങ്ങും കാര്യങ്ങൾ ഫ്രീ ആണ്. ഹോൾസെയിലിനാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നത്. രാഹുൽ, വർദ്ധമാൻ, ലാൽജിവാല, മഹാവീർ അങ്ങനെ കുറച്ച് കമ്പനീസാണ് നമ്മൾ മെറ്റീരിയൽസ് എല്ലാം സെയിൽ ചെയ്യുന്നത്. എല്ലാ മെറ്റീരിയൽസും നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുള്ള ഐറ്റംസാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാഹുലിൻ്റെയും ലാൽജിവാലയുടെ ഐറ്റംസാണ് ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാഹുലിൽ തന്നെയുള്ള പ്രോഷ്യൻ പ്രിൻറ്റും ഉണ്ട്, വൈറ്റ് ഗോൾഡിൽ തന്നെ പ്രിൻറ്റ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഹോൾസെയിലായിട്ട് വേണ്ടവർ വാട്സാപ്പിൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾ ആരും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയൊന്നും വേണ്ട. മെസ്സേജ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്റ്റോക്കിലുള്ള ഡിസൈൻസ് ഏതാണ് അതിൻ്റെ എല്ലാ ഫോട്ടോസ് കിട്ടും. അത് കിട്ടിക്കഴിയുമ്പോൾ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യാൻ നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ ടൈം നമുക്ക് ഒരുപാട് പേർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കും. ആ ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഡിലേ ആയി കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും കയറി ഓർഡർ ചെയ്യും, ആ മെറ്റീരിയൽ പോകും. അതുകൊണ്ട് പിന്നെ അത് കിട്ടാൻ ചാൻസ് കുറവാണ്. ഒരു ഡിസൈനിന് നമുക്ക് ഏകദേശം 60 പീസ് വരെയാണ് നമുക്ക് കിട്ടാറുള്ളത്. ചില സമയത്തൊക്കെ 90 കിട്ടാറുണ്ട്. എന്നാലും യൂഷ്വലി 60ഒക്കെയാണ് ഏറ്റവും കൂടുതൽ കിട്ടാറുള്ളത്. അപ്പം 6 പേര് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ 10 എണ്ണത്തിൻ്റെ സെറ്റാണെങ്കിൽ അത് പെട്ടെന്ന് തീർന്നു. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞത്. ഡിലേ ആയി ചെയ്യരുത്. മാക്സിമം ഒരു 2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ മിക്ക മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടും. സൺഡേസ് നമ്മൾ വർക്കിംഗ് അല്ല കേട്ടോ. സൺഡേസ് നമുക്ക് ഓഫാണ്. പിന്നെ ചില സമയത്തൊക്കെ സീസൺ സമയം ആകുമ്പോൾ നമ്മൾ സൺഡേസ് തുറക്കാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്റ്റാറ്റസൊക്കെ നോക്കി അറിയാൻ പറ്റും തുറന്നിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് വിളിച്ചിട്ട് വന്നാൽ മതി. സൺഡേസ് എടുക്കാൻ വന്നവർ ജസ്റ്റ് വിളിച്ചു നോക്കുക. തലേദിവസം ഒന്ന് വിളിച്ചാൽ മതി. പിന്നെ ഈ ഫോണിൽ വർക്കിംഗ് ടൈമിൽ മാത്രമാണ് കേട്ടോ വിളിച്ചാൽ കിട്ടുള്ളൂ. നമ്മുടെ ഷോപ്പിൽ വച്ചിട്ട് പോണ നമ്പറാണ്. അതുകൊണ്ടാണ് അല്ലാത്ത സമയത്ത് വിളിച്ചാൽ കിട്ടില്ലാത്തത്. പിന്നെ മെറ്റീരിയൽ ഓർഡർ ചെയ്തതിന് ശേഷം നിങ്ങൾ അഡ്രസ്സും കാര്യങ്ങളും കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. വിത്ത് പിൻകോഡ് ഇട്ട് കൊടുക്കണം. ഇന്ത്യ പോസ്റ്റ്, കൊറിയർ, പാഴ്സൽ സർവീസ് ഇത് 3 വഴിയാണ് നമ്മൾ മെറ്റീരിയൽസ് അയക്കുന്നത്. 10 പീസ് മുതലാണ് ഹോൾസെയിലിന് എടുക്കേണ്ടത്. മിനിമം 10 പീസ് എടുക്കണം. അതിൻ്റെ താഴെല്ലാം റീറ്റെയിൽ ആയിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളിലും ഇട്ടിട്ടുണ്ട്. ഇന്ത്യ പോസ്റ്റ് വഴി എടുക്കുമ്പോൾ 10 പീസിന് 140 രൂപയാണ് വരുന്നത്. കൊറിയർ വഴി എടുക്കുമ്പോൾ 11 പീസ് അയച്ചാലും 100 രൂപയാണ് വരുള്ളൂ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം ഡെലിവറി വേണ്ടവർ മാത്രം ഇന്ത്യ പോസ്റ്റിനെ പ്രിഫർ ചെയ്യുക. അതർ സ്റ്റേറ്റ് ആണെങ്കിലും ഇന്ത്യ പോസ്റ്റിനെ പ്രിഫർ ചെയ്യുക. പിന്നെ 40 പീസിൻ്റെ മുകളിലേക്കുള്ളെല്ലാം പാഴ്സലിലാണ് അയക്കുന്നത്. അപ്പോൾ പാഴ്സലിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ സമീപ പ്രദേശങ്ങളിലേക്കൊക്കെ ഒരു 160 രൂപ. ഇച്ചിരിയോടെ ബാക്കി കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തും 190 രൂപ അത്രയൊക്കെയാണ് പാഴ്സലിൻ്റെ റേറ്റ് ആവുന്നത്. അപ്പോൾ ആ റേറ്റിനകത്ത് പാഴ്സൽ റേറ്റിനകത്ത് നമുക്ക് ഏകദേശം ഒരു 100-150 പീസ് വരെ എടുക്കാൻ പറ്റും. ആ റേറ്റിന് വലിയ വ്യത്യാസ കാര്യങ്ങളൊന്നും വരുമൊന്നുമില്ല എത്ര കൂടുതൽ എടുത്താലും. നിങ്ങൾ മെറ്റീരിയൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഐറ്റം എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെയിൽ ഓർഡർ വരും. സെയിൽ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ഒരു ദിവസത്തിനുള്ളിൽ മെറ്റീരിയലിൻ്റെ പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി മാത്രമാണ് സ്വീകരിക്കുന്നത്. പിന്നെ ഇവിടെ നേരിട്ട് ക്യാഷ് ആയിട്ട് ചെയ്യാം, അത് കുഴപ്പമില്ല. ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറഞ്ഞ സിസ്റ്റം നമുക്കില്ല. അത് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്നതല്ല. അപ്പോൾ റീറ്റെയിലാണെങ്കിലും ഹോൾസെയിലാണെങ്കിലും ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും കാര്യങ്ങളൊന്നുമില്ല. ബണ്ടിലും ബെയിലൊക്കെ ആയിട്ട് എടുക്കുമ്പോഴാണ് ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം റേറ്റിൽ വരുന്നത്. അപ്പോൾ ബണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസൈനിന് 30 പീസ് ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു ഡിസൈനിൻ്റെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് 10 കളറാണെങ്കിൽ ഓരോ കളറിന് 3 പീസ് വീതം, അങ്ങനെ 10 കളറിന് 30 പീസ് മൊത്തത്തിൽ വരും. അതാണ് ഒരു ബണ്ടിൽ എന്ന് പറയുന്നത്. ആ ബണ്ടിൽ ബെയിൽ അങ്ങനെയൊക്കെ എടുക്കുമ്പോഴാണ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കയറുന്നത്. അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ സംസാരിച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ പറയാം. എന്തായാലും റേറ്റ് ബൾക്ക് പർച്ചേസിന് റേറ്റ് കുറയും, അത് ഉള്ളതാണ്. ഇന്ത്യ പോസ്റ്റ് വഴി അയക്കുന്ന ഐറ്റംസ് ഓൾ കേരള ലെവലിൽ ഒരു 2 മുതൽ 3 ദിവസത്തിനുള്ളിൽ ഡെലിവർ ആവും. കൊറിയർ ആണെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ ഡെലിവേർഡ് ആവും. പിന്നെ പാഴ്സൽ സർവീസ് ആണെങ്കിൽ 2 മുതൽ 3 ദിവസത്തിൻ്റെ ഒരു ഡിലേ ഉണ്ടാവും. ഈ 3 ദിവസം എന്ന് പറയുന്നത് വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇടയ്ക്ക് എന്തെങ്കിലും അവധി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡിലേ കയറി വരും. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. മെറ്റീരിയൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റിൽ എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ബില്ല് ക്യാൻസൽ ആവും. അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ബില്ല് ക്യാൻസൽ ആയിരിക്കുന്നത്. പിന്നെ ആ മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്.
അതുകൊണ്ട് മെറ്റീരിയൽ അത്യാവശ്യമുള്ളവർ ഓർഡർ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് ഒരുപാട് പേർക്ക് പണി കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരു ദിവസമൊക്കെ മാത്രമാണ് മാറ്റുകളെന്ന് നമ്മൾ പറയണതാണ്. എന്നാലും ഇപ്പോൾ ഒരു ദിവസം കഴിയുമ്പോൾ നമ്മളത് ക്യാൻസൽ ചെയ്യും. ആരും മെസ്സേജ് ശ്രദ്ധിക്കില്ല. മെസ്സേജ് എത്തിക്കേണ്ട അവസാനമായിട്ട് പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ മെറ്റീരിയൽ കിട്ടണം എന്നില്ല. അപ്പോൾ അതെല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഓർഡർ ചെയ്യാനൊക്കെ നോക്കുക. പിന്നെ ഈ കാണിക്കുന്ന മെറ്റീരിയലെല്ലാം തന്നെ 275 മുതൽ 280 GSM ക്വാളിറ്റിയുള്ള ഐറ്റംസാണ്. ആ ഒരു ക്വാളിറ്റി ലെവലിൽ വന്ന ഐറ്റംസാണ് എല്ലാം. ഇപ്പം 290 കട്ടാണിത്. ശരിക്കും എക്സാക്റ്റ് 3 മീറ്റർ വരില്ല. 3 മീറ്റർ എന്ന് പറയുന്ന ഐറ്റമാണ്. ഇപ്പോൾ 296, 97 ആ ഒരു റേഞ്ചിലൊക്കെ നിൽക്കും മെറ്റീരിയലിൻ്റെ കട്ട്. അപ്പം നമ്മളത് കറക്റ്റ് 290 നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ. 3 മീറ്ററിന് യൂഷ്വലി പറയുന്ന ഒരു ഐറ്റം തന്നെയാണിത്. പിന്നെ നൈറ്റി മെറ്റീരിയൽ കൂടാതെ തന്നെ നമുക്ക് കോട്ടൺ ഷോളും 3/4 ഹാൻഡ് നൈറ്റീസ്, പിന്നെ 3 രൂപേൻ്റെ മെറ്റീരിയൽ എല്ലാം നമുക്ക് സ്റ്റോക്കിലുണ്ട്. അപ്പോൾ എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ മതി. പിന്നെ നൈറ്റി വിത്ത് ഷാൾ അജ്രക്കിൻ്റെ ഐറ്റംസൊക്കെ വരാനുണ്ട്. അത് കുറച്ച് അജ്രക്കൊക്കെ വരാൻ ചെറിയൊരു ഡിലേ ഉണ്ട്. വെച്ചാൽ അത് പ്രോസസ് ചെയ്ത് കിട്ടാൻ കുറച്ച് താമസമുള്ള കാരണം അതിൻ്റെ ഒരു ഡിലേസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ തന്നെ സോൾഡ് ഔട്ട് ആവുന്ന ഐറ്റംസാണ്. അപ്പോൾ അതൊക്കെ വേണ്ടവർ നമ്മുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ എങ്ങനെ പെട്ടെന്ന് കിട്ടാം എന്നൊക്കെ ഉള്ളത് നമ്മൾ ചെയ്തു തരാം. നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യുമ്പം ദൂരെ നിന്ന് വന്നവരൊക്കെ ഒന്ന് വിളിച്ചിട്ട് വന്നോട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ തുറന്നിട്ടില്ലെങ്കിൽ നിങ്ങളിവിടെ വരുന്നത് ഇതായിപ്പോവും. അതുകൊണ്ടാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് വരിക. പിന്നെ റീറ്റെയിലായിട്ട് വേണ്ടവർ റീറ്റെയിലിൻ്റെ നമ്പറിൽ തന്നെ മെസ്സേജ് അയക്കാൻ നോക്കുക കേട്ടോ. ഹോൾസെയിലിൻ്റെ നമ്പറിൽ അയച്ചാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പെട്ടെന്ന് റിപ്ലൈ കിട്ടുന്നതല്ല, നിങ്ങൾക്ക് അവിടെ നിന്ന് ഫോട്ടോസോ കാര്യങ്ങളൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് റീറ്റെയിലിൻ്റെ നമ്പറിൽ തന്നെ അയക്കാൻ പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. ഇപ്പോൾ പലരും ഹോൾസെയിലിൻ്റെ നമ്പറിൽ തന്നെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. രണ്ടും 2 പേരാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് ഹോൾസെയിൽ വേണ്ടവർ ഹോൾസെയിലിൻ്റെ നമ്പറിൽ, റീറ്റെയിൽ വേണ്ടവർ റീറ്റെയിലിൻ്റെ നമ്പറിലും ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് അയക്കുക. സ്ക്രീൻഷോട്ട് അയച്ച് കഴിയുമ്പോഴത്തേക്കും കൊറിയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ തന്നെ പേയ്മെൻറ്റൊക്കെ ആണെങ്കിൽ അന്ന് വൈകുന്നേരം തന്നെ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യും. പാഴ്സൽ ഇന്ത്യ പോസ്റ്റൊക്കെയാണ് പിറ്റേ ദിവസത്തേക്ക് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഇന്ത്യ പോസ്റ്റിനൊക്കെ ഒരു സ്പെസിഫിക് ടൈമുണ്ട്. ബുക്കിങ്ങിന് ഒരു ഉച്ചവരെയൊക്കെയുള്ള ഒരു ടൈമുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് അത്ര റഷാക്കാൻ പറ്റില്ല. ഒരുപാട് വേറെ ഓർഡർ പെൻഡിങ് ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഇത് വന്നത്. ഇന്ത്യ പോസ്റ്റും പാഴ്സലുമാണെങ്കിൽ നെക്സ്റ്റ് ഡേയിലേക്കും, കൊറിയറാണെങ്കിൽ രാവിലെ തന്നെ ഓർഡേഴ്സ് എല്ലാം അന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യുന്നതാണ്. മെറ്റീരിയലിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് റിട്ടേൺ എടുക്കും. അതൊന്നും പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ കട്ട് ചെയ്യരുത്. കട്ട് ചെയ്യേണ്ട മെറ്റീരിയൽ നമുക്ക് റിട്ടേൺ തരുവാണെങ്കിൽ നമ്മളത് മാറിത്തരാം. അതിനൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മിക്സ് ആൻഡ് മാച്ച് വന്ന ഐറ്റംസൊക്കെ മിക്സ് മാച്ച് ഒരുമിച്ച് എടുക്കണം. അതൊന്നും സിംഗിൾ കിട്ടില്ല. പിന്നെ നമ്മൾ ചില ഐറ്റംസ് സെറ്റ് പറയുന്നുണ്ട്. സെറ്റ് പറയുന്ന ഐറ്റംസും സെറ്റായിട്ട് തന്നെ എടുക്കണം. അതും സിംഗിൾ കിട്ടില്ല. പിന്നെ എല്ലാവർക്കും ഒരു കോമൺ ഡൗട്ടാണ് GST 5 രൂപ അല്ലേ എന്നുള്ളത്. 5 രൂപയല്ല കേട്ടോ, 5% GST വരുന്നത്. എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് 5% എന്ന് പറയുമ്പോഴാണ് 5 രൂപ വരുന്നത്. അപ്പോൾ ഓരോ റേറ്റ് അനുസരിച്ച് ഇപ്പോൾ 200 രൂപയാകുമ്പോൾ അത് 10 രൂപയാവും. അങ്ങനെയാണ് റേറ്റ് മാറി പോകുന്നത്. ഇപ്പോൾ 143-ൻ്റെ GST എന്ന് പറയുമ്പോൾ 150 രൂപ വരെയാണ് ആവുള്ളൂ. 153-ലേക്കൊന്നും പോകുന്നില്ല. പിന്നെ ബണ്ടിൽ അല്ലെങ്കിൽ ബെയിലൊക്കെ വേണ്ടവർ മെസ്സേജ് ചെയ്യുമ്പോൾ തന്നെ ബണ്ടിൽ വേണം അല്ലെങ്കിൽ ബെയിലാണ് വേണ്ടതെന്നുള്ളത് പറയണം. അല്ലാതെ നമ്മൾ ഇത് ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണ യൂഷ്വലി കൊടുക്കുന്ന റേറ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, ഫോട്ടോസും റേറ്റും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ മെറ്റീരിയൽ സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് സംസാരിച്ചാൽ നമ്മളത് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഏത് മെറ്റീരിയൽ ചൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.